ഒറ്റപ്പാലം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ജില്ലയിലെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇത്തവണയാണെങ്കിൽ ഞങ്ങൾക്ക് കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള എതിരാളിയല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല ഭൂരിപക്ഷത്തോടു കൂടി പ്രേംകുമാർ ജയിക്കും. എതിരാളി മോശക്കാരനാണെന്ന് പറയും. അതിലെന്താ സംശയം നിങ്ങൾക്ക് ഇനിയും തോന്നിയിട്ടില്ല? കാരണം കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായൊരു ജനതയാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് CPM നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത് എന്നതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ തികച്ചും ബോധവാന്മാരാണ്. മാത്രമല്ല, നിങ്ങളുൾപ്പെടെയുള്ള ചാനലുകൾ അന്ന് ഞങ്ങളെടുത്ത നടപടി പോരാ എന്ന് പറഞ്ഞവരാണ്. മാത്രമല്ല, ആ നടപടിയൊക്കെ തന്നെ അയാൾ അക്സെപ്റ്റ് ചെയ്താണ്. എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് അംഗീകരിച്ച് തിരുത്താമെന്ന് പറഞ്ഞ് പാർട്ടിക്കകത്ത് തുടർന്ന ആളാണ്. പിന്നീടും തെറ്റുകൾ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി എടുക്കേണ്ടി വന്നത്. ഇത് നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച കാര്യമാണ്. അത് നാട്ടിലെ ജനങ്ങളൊക്കെ അറിഞ്ഞിട്ടുമുണ്ട്. പിന്നെ ആ ജനങ്ങൾ നിങ്ങൾ മാറ്റി പറയുമെങ്കിലും ജനങ്ങളുടെ മനസ്സും മസ്തിഷ്കവും മാറ്റിമറിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നല്ല ബോധവാന്മാരാണ് ഒറ്റപ്പാലം മണ്ഡലത്തിലെ ജനങ്ങൾ. CPM-ന്റെ പക്ഷത്തു നിന്നൊരാളായത് കൊണ്ട് തന്നെ CPM-ന്റെ എല്ലാ തന്ത്രങ്ങളും അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് പാർട്ടിയുടെ പക്ഷമൊന്നുമല്ല, CPM-ന്റെ പക്ഷമല്ല. CPM-ൽ അങ്ങനെ വെച്ചാൽ ഞങ്ങളുടെ പല നേതാക്കളും കോൺഗ്രസിലുണ്ടായിരുന്നില്ല. PMS കോൺഗ്രസിലുണ്ടായിരുന്നു, കൃഷ്ണപിള്ള കോൺഗ്രസിലുണ്ടായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ എല്ലാന്നാണ്. അങ്ങനെയല്ല, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് പോയാൽ പോയി തന്നെ. അയാൾക്കങ്ങനെ ഞങ്ങൾ ഓരോ സമയത്തും ഓരോ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും, മനസ്സിലാവുണ്ടല്ലോ. ഓരോ അടവുകൾ സ്വീകരിക്കും. ആ അടവുകളും തന്ത്രങ്ങളും മുഴുവൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവർക്ക് അറിയണമെന്നില്ല. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ വിജയിക്കാമെന്നതിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ചില അടവും തന്ത്രങ്ങളും ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ അടവും തന്ത്രങ്ങളൊന്നും ഇവിടെ നിന്ന് പോയവർക്കറിയില്ല. അത് തെറ്റായൊരു ധാരണയാണ്. ചില പൂഴിക്കടക്കുണ്ട്. 18 അടവുണ്ട് ഞങ്ങളുടെ കയ്യിൽ. എല്ലാം മെയ്വഴക്കം വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കണമെങ്കിൽ. പ്രത്യേകിച്ചും ശശിയോട് മത്സരിക്കുമ്പോൾ ഒന്നുകൂടി ശശി ഞങ്ങൾക്ക് ദുർബലനായൊരു സ്ഥാനാർത്ഥി. ഞങ്ങൾക്ക് നല്ല സ്ഥാനാർത്ഥി കിട്ടിയില്ല എന്നുള്ള അഭിപ്രായമുള്ളത്. ഒറ്റപ്പാലം മണ്ഡലത്തെ സംബന്ധിച്ചോളം ഇത്രയും ദുർബലനായ, ജനങ്ങൾ വെറുക്കപ്പെടുന്ന, തികച്ചും ഈ അവസാന ലാബിൽ ഞാൻ പറഞ്ഞില്ല, അരാജകപരമായ ഇതും സ്വേച്ഛാധിപത്യ നിലപാടും അരാജകപരമായിട്ടുള്ള ജീവിത രീതിയും ഒക്കെയുള്ള അഴിമതി ആറാടിയ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നടപടിയെടുത്ത്. അദ്ദേഹം എങ്ങനെ ഞങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ശത്രുവാണ്, ശക്തിയാണെന്ന് പറയുന്നത്? ഇതിനേക്കാൾ വലിയ ആളുകൾ ഇവിടെ ഒറ്റപ്പാലം മണ്ഡലത്തിൽ മത്സരിച്ചിട്ടില്ലേ? പ്രതിപക്ഷ നേതാവ് വന്ന് പറഞ്ഞാൽ തന്നെ അവരെ പ്രസ്റ്റീജ് ഇഷ്യൂയാണ്, കേരളത്തിലെ അവരെ പ്രസ്റ്റീജ് ഇഷ്യൂയാണ് ഒറ്റപ്പാലം സീറ്റ് എന്നാണ് പറഞ്ഞത്, ശശിയെ മുൻനിർത്തിക്കൊണ്ട്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അപജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആധികാരികമായി വിഡ്ഢിത്തരം പറയുന്ന ഒരാളാണ്. രാവിലെ പറഞ്ഞല്ല അദ്ദേഹം ഉച്ചയ്ക്ക് പറയും, ഉച്ചയ്ക്ക് പറഞ്ഞല്ല വൈകുന്നേരം പറയും. നമുക്കൊരു കാര്യം ചെയ്യാം, 4-ാം തീയതി മെയ് 4-ന് നമുക്ക് നിങ്ങളെ കണ്ണം ജപിക്കുന്ന വിജയം ഉണ്ടാവും, പേടിക്കണ്ട. അതല്ല, ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിലൊരു വിഡ്ഢിത്തരം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ അവരുടെ ഏറ്റവും പ്രസ്റ്റീജ് ആയിട്ടുള്ള സീറ്റായിട്ടാണ് അവർ ഒറ്റപ്പാലത്തിനെ കണക്കാക്കണതെങ്കിൽ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരാളെ പോലും അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം പറയുന്നത് എത്ര തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നേരത്തെ അവിടെ എല്ലാവരും ഞങ്ങളെല്ലാം പറയുന്നത് പോലെ എത്ര പാപ്പരത്താണ്. അവർക്കെന്താ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരാളെ ഇവിടെ കിട്ടാനില്ലേ? അങ്ങനെ രാഷ്ട്രീയമായൊരു മത്സരം സംഘടിപ്പിച്ച് ഇത് ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു മണ്ഡലമാണ് എന്ന് പറയുമ്പോൾ ആ പറയുന്നതിന് നമ്മളൊക്കെ എന്തെങ്കിലും ഒരു മുഖവിലേക്ക് എടുക്കാം. ഇതിപ്പോൾ എന്താണ്? ഞങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുള്ള ഒരു ശരീരഭാഗമാണ്. ക്യാൻസറൊക്കെ വന്നാൽ മുറിച്ചു മാറ്റില്ലേ? അങ്ങനെ മുറിച്ചു മാറ്റിയാൽ സാധാരണഗതിയിൽ അതിനെ ദഹിപ്പിക്കുക ചെയ്യുക അല്ലേ? ആ CPM ഇങ്ങനെ നടപടിയെടുത്ത്, ഞാൻ എൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണ്, CPM-ന്റെ സംഘടനാ ശരീരത്തിൽ നിന്ന് കടുത്ത അർബുദബാധയെ തുടർന്ന് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുള്ള ഒരു ബോഡി വേസ്റ്റ് ആയിട്ട് നടക്കുകയാണ് എന്നിട്ട് അതാണ് ഞങ്ങളുടെ ഏറ്റവും ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മണ്ഡലം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തെ പറ്റി എന്താണ് അറിയുക? ഈ പ്രതിപക്ഷ നേതാവിന് എനിക്ക് അദ്ദേഹത്തോട് സഹതാപം തോന്നുന്നത്. അദ്ദേഹം എന്നേക്കാൾ പ്രായമൊക്കെ ഉള്ള ആളാണ്, അതിന് സംശയമൊന്നുമില്ല. രാഷ്ട്രീയത്തിലും എന്നേക്കാൾ അദ്ദേഹത്തിന് വർഷത്തിന്റെ പരിചയമുണ്ട്.
പക്ഷെ ആ സീനിയോറിറ്റി അല്ലല്ലോ കാര്യം. അദ്ദേഹത്തിന് ഇതേപ്പറ്റി യാതൊരു ധാരണയുമില്ല. യു ഡി എഫിന്റെ വോട്ടുകൾ തന്നെ ഈ ശശി മത്സരിക്കുന്ന കാരണം കിട്ടില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും കിട്ടില്ലല്ലോ. UDF-ന്റെ അനുഭാവികളായിട്ടുള്ള, കാലങ്ങളായി അവരുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്തിരുന്ന അവർക്കിപ്പോൾ ആ ബാധ്യതയില്ല. കാരണം അവരുടെ ചിഹ്നമില്ലല്ലോ. അവരെല്ലാം ഇത്തവണ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും.